शक्ति सहित गणपतिं शक्ति सहित गणपतिं शंकरादिसेवितम्. അങ്ങനെ നമ്മുടെ ഗ്രൂപ്പിലെ കുഞ്ഞുവാവയും പടിയിറങ്ങുകയായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും. ജയശ്രീ ജയിക്കാനായി ജനിച്ചവർ. 1987 മാർച്ച് 7 തിരുവനന്തപുരത്തെ ഊരുട്ടമ്പലം ശാഖയിൽ ഹരിശ്രീ കുറിച്ച് ഇന്ന് ക്രെഡിറ്റ് റിവ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൽ AGM ക്രെഡിറ്റ് സെക്ടർ സ്പെഷ്യലിസ്റ്റായി 7 വർഷത്തോളം നീണ്ട സേവനത്തിനൊടുവിൽ മംഗളം പാടി ഇറങ്ങുന്നു. ജയശ്രീയുടെ വൈവിധ്യമാർന്ന ബാങ്ക് ജീവിതത്തിലേക്കൊന്ന് എത്തി നോക്കാം. 1993 അസിസ്റ്റന്റ് മാനേജറായി 92 ഡിസംബർ 1 മുതൽക്കുള്ള മുൻകാല പ്രാബല്യത്തിൽ ഉദ്യോഗക്കയറ്റം. ഫസ്റ്റ് ബ്രാഞ്ച് ട്രെയിനിങ് തൃശ്ശൂർ മെയിൻ ബ്രാഞ്ചിലും സെക്കൻഡ് ബ്രാഞ്ച് ട്രെയിനിങ് എറണാകുളം ഓവർസീസിലും. തൃശ്ശൂർ മെയിനിൽ ശ്രീ വരദരാജയ്യരായിരുന്നു ആദ്യ ഗുരു. ഓവർസീസ് ശാഖയിൽ ശ്രീ മഹാലിംഗത്തിൻ്റെ കീഴിൽ എക്സ്പോർട്ട് ബിൽ സെക്ഷനിൽ ലഭിച്ച ട്രെയിനിങ് പിന്നീട് മുംബൈ മെയിൻ ബ്രാഞ്ചിൽ IB ഡിവിഷനും സ്വിഫ്റ്റ് സെൻറ്ററിലും ചേർന്നപ്പോൾ വലിയ മുതൽക്കൂട്ടായി. ട്രെയിനിങ്ങിന് ശേഷമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എറണാകുളത്ത് ഫോറക്സ് ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു. തുടക്കം FCNR സെക്ഷനിൽ. 1995 മുംബൈ മെയിൻ ബ്രാഞ്ചിലേക്ക് മാറി. കുറച്ചുനാൾ അക്കൗണ്ട്സ് ഡിവിഷനിൽ, പിന്നീട് C&I ഡിവിഷനിലും. 1996 മുംബൈയിൽ സ്വിഫ്റ്റ് സെൻറ്ററിലേക്ക് മാറിയപ്പോൾ വീണ്ടും ഫോറക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലായി. 1999 ശാസ്തമംഗലം ശാഖയിൽ ഡെപ്യൂട്ടി മാനേജർ P&SP. 2002 DM അക്കൗണ്ട്സായി പള്ളിപ്പുറം ശാഖയിൽ. ഡിസംബർ 2003 ഗ്രേഡ് 3ലേക്ക് പ്രൊമോഷൻ നേടി. 2003 തന്നെ ഹെഡ് ഓഫീസിൽ ഫണ്ട്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് അഥവാ ഡൊമസ്റ്റിക് ട്രഷറിയിൽ RTGS തുടങ്ങുന്നതിലേക്ക് നിയുക്തയായി. 1995 ട്രഷറി ഡിപ്പാർട്ട്മെൻറ്റ് മുംബൈ BKCയിലേക്ക് മാറ്റിയപ്പോൾ വീണ്ടും മുംബൈയിലേക്ക്. 2006 ആഗസ്റ്റിൽ സയൻ ബ്രാഞ്ച് തുടങ്ങി അതിൻ്റെ പ്രഥമ മാനേജറായി. ഉദ്ഘാടനത്തിന് മുമ്പുള്ള പ്രാരംഭ പ്രവർത്തനങ്ങൾ മുംബൈ റീജിയണൽ ഓഫീസിൽ നിന്നാണ് ഏകോപിപ്പിച്ചിരുന്നത്. തത്സമയം DGM ശ്രീനിവാസൻ സാറിൽ നിന്നും ലൈസൺ ആൻഡ് എസ്റ്റേറ്റ് വിഭാഗങ്ങളുടെ ചുമതല വഹിച്ചിരുന്ന എന്നിൽ നിന്നും ലഭിച്ച സപ്പോർട്ട് ജയശ്രീ നന്ദിപൂർവ്വം സ്മരിക്കുന്നു. 2008 മാനേജർ ക്രെഡിറ്റായി മുംബൈ റീജിയണൽ ഓഫീസിൽ. ഡിസംബർ 2008 ചീഫ് മാനേജറായി പ്രൊമോഷൻ ലഭിച്ചതിനെ തുടർന്ന് 2009 കാന്തിവിലി ശാഖയിലേക്ക് ബ്രാഞ്ച് മാനേജറായി. 2012 വീണ്ടും തിരിച്ച് കേരളത്തിലേക്ക് പത്തനംതിട്ട റീജിയണൽ ഓഫീസിൽ ചീഫ് മാനേജർ ജനറൽ ബാങ്കിംഗ് ആയി. 2015 ഹെഡ് ഓഫീസിലെ IR&Dയിൽ ചീഫ് മാനേജർ ക്രെഡിറ്റ് റിസ്ക് ആയി നിയമിതയായി. അതിനുശേഷം ഓൾട്ടർനേറ്റ് ചാനൽ പേയ്മെൻറ്റ്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ നെറ്റ്വർക്ക് 1ൻ്റെ ചാനൽ മാനേജറായി ചേർന്നു. 2017 AGM കാഡറിലേക്ക് പ്രൊമോഷനായപ്പോൾ മുംബൈയിൽ ക്രെഡിറ്റ് റിസ്ക് മാനേജ്മെൻറ്റിൽ AGM ഇൻഡസ്ട്രി സ്റ്റഡീസ് ആയി നിയമനം. 2018 ജൂണിൽ ക്രെഡിറ്റ് റിവ്യൂ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആരംഭം. അന്നു മുതൽ പ്രസ്തുത ഡിപ്പാർട്ട്മെൻറ്റിൽ ക്രെഡിറ്റ് സെക്ടർ സ്പെഷ്യലിസ്റ്റ് ആയി തുടരുന്നു. ഇനി ജയശ്രീയുടെ വിദ്യാഭ്യാസ ചരിത്രത്തിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. ഹരിശ്രീ കുറിച്ചത് വഴുതക്കാട് ചിന്മയ സ്കൂൾ. 1980 പ്രശസ്തമായ ഹോളി ഏഞ്ചൽസിൽ നിന്നും മെട്രിക്കുലേഷൻ. കേരള സർക്കാരിൽ നിന്നും അപ്പർ സെക്കൻഡറി സ്കോളർഷിപ്പ് നേടുകയുണ്ടായി. 10ാം ക്ലാസ് പരീക്ഷയിൽ സ്കൂളിലെ 3rd ടോപ്പറും ജില്ലയിലെ ടോപ്പേഴ്സിൽ ആദ്യത്തെ 5 പേരിൽ ഒരാളുമായിരുന്നു. ഡിസ്ട്രിക്ട് മെറിറ്റ് സ്കോളർഷിപ്പിനും ജയശ്രീ അർഹയായി. 1982 ഗവൺമെൻറ് വിമൻസ് കോളേജിൽ നിന്നും പ്രീ ഡിഗ്രി പഠനം പൂർത്തിയാക്കി.
എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷന് 19ാം റാങ്ക് നേടിയിട്ടും ചേർന്നത് ഗവൺമെൻറ് വിമൻസ് കോളേജിൽ BSc ഫിസിക്സിനായിരുന്നു. 1985 1ാം റാങ്കോടെ BSc പാസ്സായി. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ PGക്ക് ചേർന്നു. ഇലക്ട്രോണിക്സും ഡിജിറ്റൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസുമായിരുന്നു ഐച്ഛിക വിഷയങ്ങൾ. 1987 1ാം റാങ്കോടെ PGയിലും വിജയം നേടി. 1987 മാർച്ച് 7ാം തീയതി SBTയിൽ ഉദ്യോഗത്തിന് കയറേണ്ടി വന്നതിനാൽ തലേ ദിവസം വരെ മാത്രമേ കോളേജിൽ പോകാൻ സാധിച്ചുള്ളൂ. പത്മതീർത്ഥക്കരയുമായുള്ള സാമീപ്യം കൊണ്ടാണോ എന്തോ 1988 നവംബർ 20ാം തീയതി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ഉദ്യോഗസ്ഥനായിരുന്ന പത്മകുമാറുമായുള്ള വിവാഹം. തൊട്ടടുത്ത വർഷം ഓഗസ്റ്റ് 25 ഏക മകനായി ബാലഗോപാൽ എത്തി. 2015 നവംബർ 22 ബാലഗോപാലിൻ്റെ വധുവായി മീര ശങ്കറും കുടുംബത്തിൽ ഒരംഗമായി. മകൻ ചെന്നൈയിൽ വാസ്തു ഹൗസിംഗ് ഫിനാൻസ് എന്ന സ്ഥാപനത്തിൽ സോണൽ ഹെഡായും മീര ഡാറ്റ അനലിസ്റ്റായി മുംബൈയിലും ജോലി ചെയ്യുന്നു. ആദ്യകാലങ്ങളിൽ താലോലിച്ചിരുന്ന ആഗ്രഹം ഒരു കോളേജ് ലെക്ചറർ ആകാനായിരുന്നു. 1987 90 UGCയിൽ ക്വാളിഫിക്കേഷൻ നേടി. 1995 കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ കോളേജ് ലെക്ചററായി തിരഞ്ഞെടുക്കുകയും ചെയ്തെങ്കിലും അതുവരെ ചെയ്തുകൊണ്ടിരുന്ന ബാങ്ക് ഉദ്യോഗത്തിൽ കൂടുതൽ തൽപരയായതുകൊണ്ടായിരിക്കാം ബാങ്കിൽ തുടരാൻ തന്നെയായിരുന്നു തീരുമാനം. SMV ഹൈസ്കൂളിലും കരമന ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലും ഹൈസ്കൂൾ ടീച്ചറായിരുന്ന ശ്രീ ഭാസ്കരപിള്ളയാണ് ജയശ്രീയുടെ അച്ഛൻ. അമ്മ രാജമ്മ ടീച്ചർ NSS ഹൈസ്കൂളിലും കരമന മന്നം മെമ്മോറിയൽ ഹൈസ്കൂളിലുമായിരുന്നു. അച്ഛൻ ചിന്മയാനന്ദ സ്വാമിയുടെ തീവ്ര ഭക്തനായിരുന്നു. 1987 വരെ ബാലവിഹാറിൻ്റെയും ചിന്മയ യൂത്ത് മൂവ്മെൻറ്റിൻ്റെയും ഭാഗമായിരുന്നു ജയശ്രീ. ഭഗവത്ഗീതയുടെ അടിസ്ഥാന തത്വങ്ങളെല്ലാം ഹൃദിസ്ഥമാക്കിയിട്ടുണ്ട് ജയശ്രീ. തത്വബോധ, ആത്മബോധ എന്നീ വേദാന്ത ഗ്രന്ഥങ്ങളിലൂടെയുള്ള അറിവും ജയശ്രീ നേടിയിട്ടുണ്ട്. കുടുംബം ഒന്നടങ്കം മുംബൈ ചിന്മയ മിഷനുമായി സഖ്യത്തിലാണ്. ഇടക്കാലത്ത് ജയശ്രീ ചിന്മയ നാരായൺ സോണിൻ്റെ വൈസ് പ്രസിഡന്റുമായിരുന്നു. വോക്കൽ കർണാട്ടിക് സംഗീതവും വീണ വായനയുമാണ് ജയശ്രീയുടെ ഇഷ്ടവിനോദങ്ങൾ. സനിലിനെ പോലെ തുടർ രംഗത്തെക്കുറിച്ചുള്ള പ്ലാനുകളെക്കുറിച്ചൊന്നും ജയശ്രീ ഇനിയും മനസ്സ് തുറന്നിട്ടില്ല. എന്തായാലും ഒരു കാര്യം തീർച്ച, ജയശ്രീയുടെ വീട്ടിൽ നിന്നും ആസന്ന ഭാവിയിൽ കർണാട്ടിക് സംഗീതവും വീണാനാദവും ഒഴുകി വരും. നമുക്ക് കാതോർക്കാം. ഭഗവത്ഗീതയിലും അധ്യാത്മ രാമായണത്തിലും നാരായണീയത്തിലും കൗമാരക്കാർക്കും കോളേജ് വിദ്യാർത്ഥികൾക്കും ഓൺലൈൻ ക്ലാസുകൾ എടുക്കുന്നത് കൂടുതൽ ഊർജിതമായി തുടരാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്ന ജയശ്രീക്ക്, ജയശ്രീയുടെ കുടുംബാംഗങ്ങൾക്കും ഒരു നല്ല ജീവിതം, വളരെ സന്തോഷകരവും ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് കൂടിയതുമായ ഒരു ജീവിതം ആശംസിച്ചുകൊണ്ട് വരലീലഗാനലോല സുരപാല സുഗുണജാല ഭരിത നീലഗണഹൃദാല